ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടിയെന്ന പരാതിയിൽ ഹൊയ്സാല പ്രൊജക്ട് ഡയറക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കാക്കനാട് കുസുമഗിരി ഭാഗത്ത് 1512 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് 2013 മുതൽ 42 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വലിയ തുക കൈപ്പറ്റിയെന്നാണ് ഇവർക്കെതിരായ പരാതി. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഏറെ ഗുരുതരമായ പരാതിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ പോലീസ് എങ്ങനെയാണ് കേസെടുത്തിരിക്കുന്നത്? തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും? നമ്മൾക്കറിയാം, കൊച്ചിയിൽ മുൻപ് പല രീതിയിലുള്ള ഫ്ളാറ്റ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഫ്ളാറ്റ് തട്ടിപ്പ് പുതുതായി വന്നിരിക്കുന്നത്. ഏതായാലും തൃക്കാക്കര പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹൊയ്സാല പ്രൊജക്ട് എന്ന് പറയുന്ന കമ്പനിക്കെതിരെയാണ് കേസ്. അവർ കാക്കനാട് കുസുമഗിരി ഭാഗത്താണ് 1512 സ്ക്വയർ ഫീറ്റ് ഏരിയയിലുള്ള ബെഡ്റൂം അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 58,32,571 രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി. ആലുവ സ്വദേശിയായിട്ടുള്ള സത്യനാരായണനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതും. മാനേജിംഗ് ഡയറക്ടർ സതീഷ് TS, CEO വിനോദ് കുമാർ എന്നിവർക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സഹിൻ സൂചിപ്പിച്ചതുപോലെ ഫ്ളാറ്റ് തട്ടിപ്പ് പലതരത്തിൽ കൊച്ചിയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെ തടയിടാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് കൈക്കൊണ്ടിട്ടുണ്ടോ? സൗദി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾക്കറിയാം, ആപ്പിൾ പ്രോപ്പർട്ടീസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം നിരവധി ഫ്ളാറ്റ് തട്ടിപ്പുകൾ വന്നതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഫ്ളാറ്റ് തട്ടിപ്പ് പോലീസിന് കേസെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഹൊയ്സാല പ്രോജക്റ്റ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. അത് തന്നെ 58 ലക്ഷം രൂപ കുസുമഗിരി ഭാഗത്ത് ഒരു ഫ്ളാറ്റ് നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി 58 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ളതാണ് പരാതി. പോലീസ് കൃത്യമായ ഇടപെടലുകൾ ഇതിൽ നടത്തിയതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോദി. ശരി സഹിൻ.